എഴുന്നേറ്റ് നിന്ന് നമുക്ക് കുറച്ച് നേരം കർത്താവിനെ ആരാധിക്കാം. ഈ രാത്രി സായാഹ്നത്തിൽ ഈശോയുടെ സന്നിധിയിൽ കർത്താവിൻ്റെ ഒരു സന്തോഷം പറയാം. കർത്താവെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസം ആകുന്ന ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് അറിയിക്കുന്നതല്ല, ദാനമായി കിട്ടിയതാണ്. ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഈ അത്യുന്നതമായ ദാനം, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് സൗജന്യമായി തന്നതാണ്. ഈ ദാനത്തെ അവർക്ക് നന്ദി പറയാം. രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. എത്രമാത്രം ഉച്ചത്തിൽ സ്തുതിക്കാം, എത്ര ഉച്ചത്തിൽ വളരെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah.
സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്ക് ശാന്തമായിരിക്കാം. ഈശോയിലേക്ക് നോക്കാം. കർത്താവേ, ഇന്ന് ഈ ധ്യാനത്തിൻ്റെ സമാപന നിമിഷത്തിൽ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കുറേ വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്. കർത്താവായ ദൈവമേ, ഇതിലൊരുപാട് സങ്കടങ്ങൾ ഒരാൾക്കും പരിഹരിക്കാൻ പറ്റില്ല, എനിക്കും പറ്റുന്നില്ല, എന്നെ സഹായിക്കാൻ ആർക്കും പറ്റുന്നില്ല. അതുപോലത്തെ സങ്കടങ്ങളും വേദനകളും ഉണ്ട് കർത്താവ്. അങ്ങേക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയൂ. ഈ ഗാനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ കൂടെ പാടണ്ട, ഈശോയിലേക്ക് നോക്കി ഈശോയുടെ ഹൃദയം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാതാളത്തോളം
കർത്താവേ, ഈ സായാഹ്നത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഒരുപാട് വേദന നിറഞ്ഞ ഹൃദയത്തോടും ചിന്തകളോടും കൂടെ ഞാൻ ആയിരിക്കുകയാണ്. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ പല ആളുകളും കർത്താവെ സ്നേഹം നടിച്ചു തക്ക സമയത്തിന് ചവിട്ടി കടന്നുപോയി. എൻ്റെ മനസ്സിൽ ക്ഷമിക്കാൻ പറ്റുന്നില്ല കർത്താവെ. ക്ഷമിക്കാൻ പറ്റാത്ത പോലുള്ള വിഷമവും വേദന എനിക്കുണ്ട്. ഈശോനാഥ, ഈ സായാഹ്നത്തിൽ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ പരിപൂർണ്ണമായി ക്ഷമിക്കാൻ പല ആളുകളിൽ ഓർക്കുമ്പോൾ വിഷമമാണ്. ഈശോയെ, എന്നോട് കരുണ. എൻ്റെ ഹൃദയത്തിൽ അനേക തവണ പല ആളുകളായി എന്നോട് വിശ്വാസവഞ്ചന ചെയ്തതിൻ്റെ കൈപ്പേറിയ ഓർമ്മകളാണ്. ഉറ്റവര്, ഒളിപ്പവര്, ഒപ്പം കർത്താവെ, അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് വേണം. രണ്ട് കരങ്ങളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കാം. നന്നായിട്ട് കൈ ഉയർത്തിപ്പിടിക്കുക. ഈശോയെ, എൻ്റെ സുഖമേ, ഈശോയെ, എൻ്റെ സൗഖ്യമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, എൻ്റെ സ്നേഹമേ, കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ,
ആവർത്തിച്ചെല്ലാവരും കൈകൾ ഉയർത്തി. എന്റെ മനസ്സിൽ മുറിവുകൾ നീ വരണേ കാൽവരിനാഥ കണ്ണീർ മായ്ക്കണമേ കാൽവരിനാഥ കണ്ണീർ മായ്ക്കണമേ. കൈകൾ ഉയർത്തി. ഈശോയെ വലിയ ആഗ്രഹം കൈകൾ ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോ ജീവിത നൈരാശ്യം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവെ, എൻ്റെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടുകയാണ്. ഞാൻ ബിസിനസ് പോയാൽ അവിടെ അമ്പേ പരാജയം. സാമ്പത്തിക മേഖലയിൽ ഞാൻ എവിടെ ചെന്നാലും ഒരു സ്ഥലത്തും ഒരു മേൽഗതി ഉണ്ടാകുന്നില്ല. കർത്താവെ, ഞാൻ എവിടെ എന്ത് തുടങ്ങിയാൽ തൊട്ടടുത്തെല്ലാം പരാജയമാണ്. എൻ്റെ വീട്ടിൽ പലരും ഉയർന്നു വരുന്നു. എൻ്റെ കൂടെ പഠിച്ചവരും പലരും ഉയർന്നു വരുന്നു. എനിക്ക് മാത്രമേ ഈ പരാജയം, ഞാൻ മാത്രം എവിടെ എത്തിയിട്ടില്ല. ചിന്തിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭാരം, അന്ധകാരം പടരുന്നു, മനപ്രയാസങ്ങൾ നിറയുന്നു. പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഹൃദയം മരവിച്ചു പോകുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. നാഥ, ഈ സമയം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുക. എൻ്റെ മനസ്സിൽ ജീവിത നൈരാശ്യം എന്നെ ഗ്രസിച്ചു. ജീവിക്കുന്നത് ഒരു ആഗ്രഹമില്ലാതായി. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിങ്ങനെ ജീവിക്കണം? ഞാൻ മറ്റുള്ളവരുടെ ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരിച്ചാൽ മതിയായിരുന്നു. കർത്താവിൻ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചു പോയിട്ട് ഈ സായാഹ്നത്തിൽ ഞാൻ അങ്ങയോട് പറയുക, എന്നെ തകർന്ന ഹൃദയത്തിലേക്ക് വരണം കർത്താവേ. എന്നെ തളർന്ന മനസ്സിലേക്ക് വരണം കർത്താവേ. ഇത് തളർന്ന മനസ്സാണ് കർത്താവേ, ഇത് തകർന്ന ഹൃദയമാണ് കർത്താവേ. രണ്ട് കാര്യങ്ങൾ ഒരിക്കൽക്കൂടെ ദൈവമായ കർത്താവിനെ ഉയർത്തി പിടിക്കുക. ദുർബലമായ അവസ്ഥയിലിരിക്കുന്നവര്, മനപ്രയാസങ്ങളും മൂടപ്പെട്ടിരിക്കുന്നവര്, വലിയ നൈരാശ്യം കൊണ്ട് വേദനിക്കുന്നവര്, തളർന്നു പോയ അവസ്ഥയുള്ളവര്, എപ്പോഴും വേദന ചിന്ത വന്നുകൊണ്ടിരിക്കുന്നവര് ഇപ്പോൾ ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, എന്റെ സ്നേഹമേ, ഈശോയേ, കൈകളിൽ ഉച്ചത്തിൽ വിളിക്കുന്നു. കൈകളിയൊക്കെ ആഗ്രഹം ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ,
ലോൺലിയായി തോന്നിയിട്ടുണ്ട്. ഒരാൾ പോലും ഇല്ല മനസ്സിലാക്കാൻ. എല്ലാവർക്കും പണം മതി. കർത്താവേ, ഹൃദയത്തിന്റെ ഒരുപാട് നൊമ്പരങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ഒറ്റപ്പെടലുകൾ, അനാഥത്വം മനസ്സിലാക്കാൻ ഒരാൾ പോലും ഇല്ലെന്നുള്ള വേദന എന്നെ ഗ്രസിക്കുകയാണ് കർത്താവേ. കടുത്ത അനാഥത്വത്തിലേക്ക് വരണമേ. എല്ലാവരും ഉണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, ഉടപ്പിറപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ പലപ്പോഴും ഒറ്റയ്ക്കാണ് കർത്താവേ. ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും അനാഥത്വത്തിന്റെയും വലിയ വേദനയെ കർത്താവെ അങ്ങയോട് ഞാൻ പങ്കുവെക്കുകയാണ്. എന്നെ സഹായിക്കണം കർത്താവെ. ഈ രാത്രി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. ചിലപ്പോഴെല്ലാം ആകുലത, ഉത്കണ്ഠ, ഭീതി, നിരാശ ഇതെല്ലാം എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. വലിയ ടെൻഷൻ തോന്നുകയാണ്, ഭീതിയാലും ഉത്കണ്ഠയാലും നിറയുകയാണ്, സ്ട്രെസ് വരികയാണ്, തളർന്നിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ വരും, ഒരു കാര്യത്തിനും പോകാൻ തോന്നുന്നില്ല. കർത്താവേ, മനസ്സിന്റെ ഉന്മേഷം പോയി, മനസ്സിന്റെ ഉന്മേഷം നഷ്ടപ്പെട്ട് ഇന്ന് ചത്തതിലൊക്കമേ ജീവിച്ചിരിക്കുന്ന സ്ഥിതിയാണ്. മക്കളെ നോക്കിയ, കുടുംബത്തെ നോക്കിയ, ഭാവിയിലേക്ക് നോക്കിയ, നാട്ടിലേക്ക് നോക്കിയ, എല്ലായിടത്തും ഒരു വല്ലാത്തൊരു വിഷമമാണ് കർത്താവേ. എല്ലായിടത്തും കുറ്റപ്പെടുത്തലുകളാണ് കർത്താവേ. ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കില്ല എന്ന സ്ഥിതിയിലാണ് പലപ്പോഴും എന്റെ മനസ്സിന് ഉന്മേഷം നഷ്ടപ്പെട്ടു പോയി കർത്താവേ. ഈ രാത്രി ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുകയാണ്, എന്നെ സഹായിക്കണം. എന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ ഒരു പ്രത്യാശ നിറയ്ക്കണമേ കർത്താവേ. അങ്ങൊന്ന് തുടരണമേ കർത്താവേ. അങ്ങൊന്ന് തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കും കർത്താവേ. രണ്ട് കരങ്ങൾ ഒരുപോലെ ഉയർത്തി പിടിക്കുകയാണ്. കടുത്ത ഏകാന്തത, കടുത്ത അനാഥത്വം, ഇത്തരത്തിൽ മനസ്സകർച്ച, മനക്ലേശങ്ങൾ, മനോവിഷമങ്ങൾ, തളർക്കെട്ടി കിടന്ന വിഷാദങ്ങൾ, തളർക്കെട്ടി കിടന്ന ദുഃഖങ്ങൾ, ഇതെല്ലാം ഈശോടെ തന്നെ സമർപ്പിക്കുക. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ എന്റെ സ്നേഹമേ, ഈശോയെ എന്റെ സ്നേഹമേ, എന്റെ സ്നേഹമേ, എന്റെ സ്നേഹമേ. കൈകളെ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയെ ആശീർവാദം നൽകാൻ പോവുകയാണ്. ഈ സമയം നമ്മൾ പ്രത്യേക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് തരത്തിലുള്ള തടക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, പാപബന്ധനങ്ങൾ, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. മദ്യപാനം രക്ഷപ്പെടാൻ പറ്റുന്നില്ല കർത്താവേ. പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങൾ, അസഭ്യം പറയുന്ന സ്വഭാവം, നുണ പറയുന്ന സ്വഭാവം, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ലൈംഗിക വൈകൃതങ്ങളുണ്ട്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല കർത്താവേ. അവിടുന്ന് എന്നെ സഹായിക്കണം കർത്താവേ. കർത്താവേ, അവിടെ എന്നെ സഹായിക്കണം കർത്താവായ ഈശോയെ. ഒരുപാട് തരത്തിലുള്ള ദുശീലങ്ങളുണ്ട്, ഒരുപാട് തടക്കദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അനേക തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവര് ഇപ്പോൾ കർത്താവിനോട് പറയുക. കർത്താവേ, പലതരത്തിലുള്ള മൊബൈൽ അഡിക്ഷൻ, അതിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവര്, മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്നവര്, പുകവലിക്ക് അടിമപ്പെട്ട് കിടക്കുന്നവര്, തെറി പറയുന്ന സ്വഭാവത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവര്, അനേക അഡിക്ഷൻ എന്ന് കർത്താവ് ബുദ്ധിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ നാട് ഉയർത്തി പിടിക്കുക, ഈശോയിലേക്ക് നോക്കുക. എത്ര വിധത്തിൽ യേശുവിനെ വിളിക്കാമോ അത്ര വിധത്തിൽ വിളിക്കുക. ഈശോയെ, ഈശോയെ, ഈശോയെ. കൈകൾ ഉയർത്തി വെച്ചിട്ട് വിളിക്കുന്ന ഈശോയെ.
ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഓരോരുത്തരെയും സൗഖ്യത്തിലേക്ക് നയിക്കണം. ഞാനിവിടെ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥന